സൂര്യാകുമാരിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നും നിൽക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിന്ന അതേ കോളേജിലാണ്, ശ്രീനാരായണ കോളേജ്, ശ്രീനാരായണ ലോ കോളേജിൽ. ഇവിടെ നമ്മുടെ അടുത്ത ബാച്ച് റെഡിയായി നിൽക്കുകയാണ്. കഴിഞ്ഞ ബാച്ചിൽ തന്നെ നമ്മൾ കണ്ടു, ഫുൾ പവറായിട്ടുള്ള കുട്ടികളാണ്, അതിലും പവറായിട്ടുള്ള കുട്ടികളാണ് റെഡിയായി നിൽക്കുന്നത്. കമാൺ. അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡയലോഗ് ഒരു ഹിറ്റ് സിനിമയിലെയാണ്. കമ്മീഷണർ രതീഷ് ഏട്ടൻ പറഞ്ഞ ഒരു മാസ്, നമ്മളെ കോരിത്തെരിപ്പിച്ച ഒരു മാസ് ഡയലോഗുണ്ട്. ആ ഡയലോഗാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരെങ്ങനെ നമ്മളെ കോരിത്തെരിപ്പിക്കും നമുക്ക് നോക്കാം. അപ്പോൾ SN കോളേജിലെ നെക്സ്റ്റ് ബാച്ചുമായി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ കണ്ട് ഫുൾ എനർജി ആയിരുന്നു, അതുക്ക് മേലെ എന്നാണ് ഇവരെ അവകാശപ്പെടുന്നത്, അല്ലേ? യെസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. ഇദ്ദേഹം വരും. ജയകൃഷ്ണൻ ഏത് ഇയറായി? എവിടെയാണ്, നാട് എവിടെയാണ്? ഇവിടെ അടുത്തന്നെ ബ്രഹ്മങ്കരം. ഓക്കെ, എന്നാൽ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, റെഡി. അവിടെ നോക്കി ആ ഡയലോഗ് പറയണം. ഇയാളെ കൊണ്ട് ഞാൻ മടുത്ത് കേട്ടോ. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നല്ലോ സാർ, ഇത് കാൽ കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, മോഹൻ തോമസിന്റെ ദില്ലി. ഷോയാണ്. ചർക്ക കൊണ്ട് നെയ്തെടുത്ത ഗദർ കൊണ്ട് കോട്ടും കോണകവും തൊപ്പിയും ധരിക്കുന്ന ദരിദ്രാക്ഷി ചർക്കയിൽ നൂറ്റെടുത്ത ഗദർ കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിച്ച പഴയ ദില്ലിയല്ല. അവരെയൊക്കെ പടിയടച്ച് പണ്ടേ വിണ്ണം വെച്ചു. ഇത് അവരെയൊക്കെ പടിയടച്ച് വിണ്ണം വെച്ച ദില്ലി. ഹൈടെക്കും ബ്ലൂ ചിപ്പും അതുപോലെ തന്നെ കമ്പ്യൂട്ടറും ബ്രെയിൻ ബാങ്കുകളും കൊണ്ട് രാഷ്ട്രീയ താമസ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന പുതിയ ദില്ലി. കോടികൾ കൊണ്ട് അമ്മാനം അടുന്ന പുതിയ ദില്ലി. ഐ ബിലോങ് ദെയർ. അയ്യോ കഷ്ടം, ഇങ്ങനെ ഒരു പാതാളക്കരണ്ടി ആണല്ലോ ദൈവമേ നീ എനിക്ക് വേണ്ടി കണ്ടുവച്ചിരുന്നു. ഈ കേരളത്തിൽ കിടന്ന് ഈ ഇട്ടാവട്ടത്ത് ഒരു സാധാ ഒരു പോലീസ് ഉദ്യോഗസ്ഥനുമായി തായം കളിക്കാൻ മോഹൻ തോമസുമായി താല്പര്യമില്ല. മോഹൻ തോമസുമായി യുദ്ധത്തിനാണ്. ഒരു ചാൻസ് തരാം, അല്ല ഒരു വാണിംഗ് തരാം. മോഹൻ തോമസുമായി യുദ്ധത്തിനാണ് പുറപ്പാടെങ്കിൽ, ആരുടെ പുറപ്പാട്? ഭരചന്ദ്രന്റെ പുറപ്പാടെങ്കിൽ ഈ ആയുധങ്ങളൊന്നും പോരാതെ വരും. ഇതുവരെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പോരാതെ വരും. ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും പോരാതെ വരും. നന്ദിയുണ്ട് കേട്ടോ. സത്യം പറ, നിങ്ങക്ക് എന്താ പറ്റിയത്? വർഷങ്ങളായി ഉറങ്ങിക്കിടന്ന എന്നിലെ കലാകാരൻ ഉണർന്നു. എന്താണ് പേര്? നന്ദന. എവിടെ നാട്? ഇവിടെ എറണാകുളത്ത് തന്നെ, ചിറ്റൂര്. ഞാനിപ്പോ സെക്കൻഡ് ഇയർ. നന്ദനയുടെ മനോഹരമായ ഒരു പാട്ടോടുകൂടി തന്നെ നമുക്ക് അങ്ങോട്ട് ആരംഭിക്കാം, അല്ലേ? ഇതുവരെക്കും തനിയായ മനസ്സ് അലയ വിട്ടായേ എതിർപ്പാര നേരത്തില ഇതയത്തില വലയ വിട്ടായേ നീ வந்து போய அந்த அலைகளை போல வந்தவும் கையில மாட்டிக்குவேன் வளையல போல உன்னு கண்ணு கேத்த அழக இது காத்திருடா கொஞ்சம் உன்னை இப்படியே தந்தாலும் எத்திக்குமே நெஞ்சம் இன்னும் கொஞ்சம் காலம் போறந்தாதா என்ன அவசரம் என்ன அவசரம் சொல்லு കണ്ണേ. ആക്ഷനും അർത്ഥമൊക്കെ കൊള്ളാം, പക്ഷെ നീ പാടണ്ട. പാടുമെന്ന് പറഞ്ഞാ മതി. പാട്ടുപാട്ടിന് മറ്റേ അഭിനയം കാഴ്ചവെക്കണ്ടേ? ഞാൻ വായിച്ചില്ല. പഠിച്ചില്ലേ അത്? ആണോ? സത്യമായിട്ടും വായിച്ചില്ല. അപ്പൊ ചെറിയൊരു ടങ് ട്വിസ്റ്റർ കൊടുത്തു വിടാം. തടി ഉരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക് ഉരുളും.
തടിയുരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക് ഉരുളും. തടിയുരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക് ഉരുളും. തടി ഉരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളക് ഉരുളും. ഇത്ര നാളെ എവിടെയായിരുന്നു? തടി ഉരുളും തണ്ടുരുളും തടിമേൽ ഒരു കുരുമുളക് അരി. അല്ലാണ്ണ ഈ വർഷം ഇത് മുഴുവൻ കളിക്കാൻ പറ്റുമോ? തടിയുരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളകുരുളും. തടിയുരുളും തണ്ടുരുളും തടിമേൽ ഒരു ചെറുമണി കുരുമുളകുരുളും. തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. എന്താണ് പേര്? പേര് ദേവനാരായണൻ. എവിടെ നാട് എവിടെ? ഞാൻ ആലപ്പുഴ. തുടങ്ങാം. റെഡി. കറക്റ്റ് പേരെന്തായിരുന്നു? ദേവനാരായണൻ. ഞാൻ പണ്ടേ പറഞ്ഞല്ലേ സാർ? അല്ല, അതെ, എപ്പോഴും ഇങ്ങനെ ഒരേ കള്ളം തന്നെ പറഞ്ഞ് ശീലിക്കലേ കുഞ്ചൂസേ. ഇടയ്ക്കേ എന്തെങ്കിലും ഇത്തിരി ഒന്ന് മാറ്റി പറയാം. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളല്ലേ സാർ? അന്ന് കണ്ടപ്പോഴേ പറഞ്ഞിട്ടുള്ളല്ലേ സാർ? ഒന്ന് ഉറപ്പിക്കട്ടെ. അന്ന് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞിട്ടുള്ളല്ലേ സാർ? ഇവിടുത്തെ കാൽക്കാശിന്റെ വിലയില്ല, കാൽക്കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല എന്ന്. ഇത് ദില്ലിയാണ്, മോഹൻ തോമസിന്റെ ദില്ലി. ചർക്കയിൽ നൂറ്റെടുത്ത കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിച്ചു കിടക്കുന്ന പണ്ടത്തെ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ ദില്ലിയല്ല ഈ ദില്ലി. ഈ ജീവി അങ്ങ് ചൊവ്വയെന്ന് വന്നതാ. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണില്ല. അവരെ പഴിയടച്ച് പിണ്ടം വെച്ച് ബ്ലൂ ചിപ്പും ബ്ലാക്ക് ചിപ്പ് പിന്നെ റെഡ് ഇല്ലേ? കമ്പ്യൂട്ടറും ബ്ലൂ ചിപ്പും മറ്റേ ഹൈടെക്കും നല്ല ഹ്യൂമർ സെൻസ് ആണല്ലോ. ബ്രെയിൻ ബാങ്കുകളിലെയും രാഷ്ട്രീയക്കാരുടെ ഉത്തരം നൽകുന്ന അതൊരു പുതിയ വിചിത്രമായ വീടാണല്ലേ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. സാമസ്യ ഉത്തരം നൽകുന്ന ദില്ലി അല്ല ഈ ദില്ലി. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന ദില്ലിയാണ് ഈ ദില്ലി. ഐ ബിലോങ് ഹിയർ. കേരളം എന്ന ഇട്ടാവട്ടത്തെ പോലീസുകാരോട് തായം കളിക്കാൻ താല്പര്യം ഉണ്ടായിട്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടാണ്. ബട്ട് ചെറിയൊരു വാണിംഗ് ഞാൻ തരാം. മോഹൻ തോമസിനോട് മത്സരിക്കാൻ ഒരു യുദ്ധത്തിന് പോകാൻ ഭരത് ചന്ദ്രന് പുറപ്പെട്ടുവെങ്കിൽ കയ്യിൽ ഇന്ന് വരെ ശേഖരിച്ച ആയുധങ്ങളൊന്നും പോരാതെ വരും. Just remember that. എന്നാ ലക്ഷ്മി തുടങ്ങാമോ? ശരി, പാട്ട് വേണോ? അത് പറഞ്ഞാൽ മതി. പാട്ട് പാടിയാ മതി. പാട്ട്. അയ്യോ എന്റെ പൊന്നോ, എനിക്ക് എന്റെ സങ്കടം വരുന്നു കേട്ടോ. ഭയങ്കര തമാശകൾ പറയല്ലേ, ഇടയ്ക്കൊക്കെ പറയും. ഇതുപോലെ വല്ലതുണ്ടോ കയ്യില്? മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഓയിണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ താഴെ തളിരാർന്ന പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി. ഇതൊക്കെയാണോ ഇത്ര വിനയം? സൂപ്പറായിരുന്നു. ഇനി നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ട്രൈ ചെയ്ത് നോക്ക്. വിചാരിച്ച പോലെ അല്ല, കാഞ്ഞ ബുദ്ധിയാ. അന്ന് കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ സാർ, കാൽ കാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ഭൂമി. ചെർക്കയിൽ നൂറ്റെടുത്ത ഗദറും കൊണ്ട് കോട്ടും കോണകവും പാളത്താറും തൊപ്പിയും ധരിക്കുന്ന എന്റെ കാത്തിരിപ്പ് അല്ല കാത്തുനിപ്പ് സഫലമായി. അത് വേണ്ട സാർ, പറ്റുന്നില്ല. മസ്തിഷ്കത്തിൽ ബ്ലഡ് രാവിലെ കുറ്റിമുറിച്ച് ഓരോന്നിങ്ങ് വന്നോളും മനുഷ്യനെ കിടത്താനായിട്ട്. പക്ഷേ അത് പറ്റില്ല. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം.
ഇനിയും പറയണം. 3 പ്രാവശ്യം പറയണം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ കറക്റ്റായിട്ട് ഒരൊറ്റ പ്രാവശ്യം പറ. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. പഴയ ആളൊന്നും അല്ലാട്ടാ. ഹൈടെക് പേരെന്താണ്? ഹാജിറ. ഹാജിറ. എവിടെയാണ് നാട്? കൊല്ലം. കൊല്ലത്ത് എവിടെ? കൊല്ലം ശാസ്താംകോട്ടയ്ക്ക് അടുത്ത. ഞാൻ കൊല്ലത്താണ്. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ തുടങ്ങാം. റെഡി, ആക്ഷൻ. അന്ന് പറഞ്ഞിരുന്നില്ലേ സാർ, ഇവിടുത്തെ കാൽ കക്ഷിന് വിലയില്ലാത്ത കക്ഷി രാഷ്ട്രീയമല്ല, അങ്ങ് ഡൽഹിയിലാണ് മോഹൻ തോമസിന്റെ പിടിയെന്ന്. ചർക്ക കൊണ്ട് നെയ്തെടുത്ത കതിർ കൊണ്ട് കോട്ടും പാർത്താളും തൊപ്പിയും ധരിച്ചിരുന്ന ദരിദ്ര രാഷ്ട്രീയക്കാരുടെ ഡൽഹി അല്ല, അവരെ അപ്പാടെ പടിയടച്ച് പിണ്ടം വെച്ചു. ബ്ലൂ ചിപ്പും ഹൈടെക്കും കമ്പ്യൂട്ടറും ബ്രെയിൻ ബാങ്കുകളും രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം നൽകുന്ന പുതിയ ഡൽഹി. എല്ലാ രസങ്ങളും ഉൾക്കൊള്ളാൻ ദയവായി എനിക്ക് അല്പം സമയം തരൂ. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥരുടെ ഡൽഹി. ഐ ബിലോങ് ദേർ. ഈ കേരളത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിക്കുന്ന സാധാ പോലീസുകാരെ താരം കളിക്കാൻ തയ്യാറല്ല എന്നല്ല, താല്പര്യമില്ല. ബട്ട് ഒരു വാണിംഗ് കൂടിയുണ്ട്. ഈ മോഹൻ തോമസുമായ ഒരു യുദ്ധത്തിനാണ് തയ്യാറെങ്കിൽ ഭരത് സേന ശേഖരിച്ച് വെച്ചിരിക്കുന്ന ആയുധങ്ങളൊന്നും മതിയായെന്ന് വരില്ല. പാഠമധികം സമയം തുച്ഛം, തടസ്സങ്ങൾ അനുവദനീയമല്ല, ശത്രുവായാലും മിത്രമായാലും. പതഞ്ജലി ഭരതമുനി പോയിക്കൊള്ളൂ. ആഗ്നസ്. ആഗ്നസ്. എവിടെയാണ് നാട്? എവിടെയാണ്? ആലുവ. ഏത് ഇയർ ഇവിടെ? ഫൈനൽ ഇയർ, 3 ഇയർ ഫൈനൽ ഇയർ. റെഡി, നമുക്ക് തുടങ്ങാം. സ്റ്റാർട്ടിംഗ് എന്ന് പറയൂ. അന്ന് കണ്ടപ്പോൾ പറഞ്ഞിരുന്നല്ലോ സാർ, മോഹൻ തോമസിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, കാൽകാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല, ഡൽഹിയാണ് മോഹൻ തോമസിന്റെ ലക്ഷ്യമെന്ന്. ചർക്കയിൽ നെയ്തെടുത്ത ഗദർ കൊണ്ടുണ്ടാക്കിയ കോട്ടും കോണകവും പാട്ടാറയും തൊപ്പിയും വെക്കുന്ന പഴയ രാഷ്ട്രീയക്കാരുടെ ഡൽഹിയല്ല. എന്താ കമ്പ്യൂട്ടറും ബ്ലൂ ചിപ്പും ഹൈടെക്കും ബ്ലൂ ചിക്കും ഹൈടെക്കും ബ്ലൂ ചിപ്പും ബ്രെയിൻ ബാങ്കുകളും കൊണ്ട് രാഷ്ട്രീയ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്തുന്ന പുതിയ ഡൽഹി. കോടികൾ കൊണ്ട് അമ്മാനം അടന്ന പുതിയ ഡൽഹി. ഐ ബിലോങ് ടു ദേർ. കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കിടന്ന് പോലീസുകാരുമായി തായം കളിക്കാൻ തയ്യാറല്ലെന്നല്ല, താല്പര്യമില്ല. ഒരു വാണിംഗ് കൂടെ തരാം. മോഹൻ തോമസുമായി യുദ്ധത്തിനാണ് പുറപ്പെടുന്നതെങ്കിൽ വേലാളി ഭാഗത്ത് കണ്ടാലുണ്ടല്ലോ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല. ഭരചന്ദ്രൻ പുറപ്പെടുന്നതെങ്കിൽ ഇതുവരെയും ശേഖരിച്ചു വെച്ച ആയുധങ്ങളൊന്നും മതിയായെന്ന് വരില്ല. ഈ നില തുടർന്നാൽ നീ എഴുതി വെച്ചോ ഓമനക്കുട്ട, ഇവൻ നിന്റെ അന്തകനായി ഭവിക്കും. അപ്പോ എവിടെ നാട്? എവിടെയാണ്? തൃശ്ശൂർ. പേര് പറഞ്ഞില്ല. അനശ്വര. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഏത് ഇയറായി? ഞാൻ സെക്കൻഡ് ഇയർ. അപ്പൊ ഓക്കെ, റെഡി. ഡയലോഗ് ഞാൻ പഠിച്ചിട്ടില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. തെറ്റ് പറഞ്ഞിരുന്നത് അയ്യോ. അപ്പൊ ഒരു കാര്യം കൺസിസ്റ്റർ കൊടുക്കാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് ബ്രെഡോ? തല പുറത്തുമില്ല, തലയ്ക്കുള്ളിലും ഒന്നുമില്ല. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. മസ്തിഷ്കത്തിൽ ബ്ലഡ് മസ്തിഷ്കത്തിൽ എവിടെ അറിയോ? ഹൃദയല്ലേ? അല്ലേ? ഈ തലമുറയെ പറഞ്ഞിട്ട് കാര്യമില്ല. മാ തുജേ സലാം. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. ചുണ്ടക്കാരൻ വേറെ കിട്ടോ? അന്തിക്ക് അത് സാധനം വേണേ പറയാം. അത് പിന്നെ വേണ്ട. കയ്യിലോട് കിട്ടില്ല. പിന്നെ കുഴപ്പമില്ലാത്തൊരു സാധനം അദ്ദേഹം പറയാൻ പോണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി വിടുമ്പോൾ കിണ്ടി ഒരു കിണ്ടി വരുമ്പോൾ കുണ്ടി നേരത്തെ തന്നെ ചെയ്യുന്നു. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞാണ്. മസ്തിഷ്കത്തിൽ ബ്ലഡ് പ്രളയം. 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 ഈ പെണ്ണുങ്ങൾ ഈ പോക്ക് പോയാ നമ്മുടെ അവസ്ഥ എന്താവും? ഇനി അവസാനമായി ഒരാൾ കൂടെ, കാരണം അദ്ദേഹത്തിനെ ഞാൻ ലാസ്റ്റ് വിളിക്കാനുള്ള കാരണം അദ്ദേഹം സ്ക്രിപ്റ്റ് മനോഹരമായി പഠിക്കുകയും
അസാധ്യമായ ആക്ടിങ് കഴിവുള്ള സ്കില്ലുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിലേക്ക് വിളിക്കുകയാണ്. എന്താണ് പേര്? ഹൃദ്യ. ഹൃദ്യ. ഓക്കെ. ഹൃദ്യ ഇവിടെ നാടെവിടെയാണ്? എറണാകുളം പള്ളൂര്. ഡൽഹിയിലാണ്? പള്ളുരുത്തി. ഓക്കെ. അപ്പോൾ ഹൃദ്യയുടെ മാസ്മരികമായ ആക്ടിങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. പൊളിച്ചടക്കുന്ന എൻ്റെ ഒരാളാണ്. റെഡി, ആക്ഷൻ. ഒരുപാട് പറഞ്ഞ് എൻ്റെ ഒരാളായിരുന്നു കേട്ടോ. ഹലോ, ഇത് എവിടെയായിരുന്നു പോണ്ടേ? അന്ന് തമിഴൊക്കെ പറഞ്ഞു അന്ത കണ്ടപ്പോഴേ മലയാളത്തിൽ മതി കേട്ടോ. എങ്ങനെയുണ്ട്? അന്ന് കണ്ടപ്പോഴേ പറഞ്ഞതല്ലേ സാർ, ഇവിടുത്തെ കാൽകാശിന്റെ കക്ഷി രാഷ്ട്രീയമല്ല. ഡൽഹിയിൽ മോഹൻ തോമസിന്റെ ഭൂമി, ചർക്കയിൽ നൂറ്റെടുത്ത ഗദർ കൊണ്ട് കോട്ടും തൊപ്പിയും കോണവും പാളത്താറും തൊപ്പി പറഞ്ഞു. ഇനി എന്റെ കൺമുന്നിൽ നിന്നെ കണ്ടാൽ നിന്റെ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും കേട്ടോടാ. തയ്ക്കുന്ന പഴയ ദരിദ്രവാസി രാഷ്ട്രീയക്കാരുടെ രീതിയല്ല, പടിയടച്ച് പിന്തുടക്കും. എന്താണ്? കൊള്ളാം കേട്ടോ, പുതിയൊരു വാക്കൊക്കെ കിട്ടി. എന്താണ് പറഞ്ഞത്? പടിയടച്ച് പിണ്ടം വെക്കും. അതിത്ര എന്നെ നോക്കിട്ട് സ്ട്രെസ് ചെയ്ത് പറയുകയാണ്. എന്റെ അടുത്ത് ഭയങ്കര ദേഷ്യമുണ്ട് കേട്ടോ. ഹൈടെക്, ബ്ലൂ ചിപ്പ്, കമ്പ്യൂട്ടർ, ബ്രെയിൻ ബാങ്ക്. കച്ചവടക്കാരി ഇതെല്ലാം കരുത്തി വെച്ച് വിൽക്കലാണ് കൊണ്ടല്ലേ. അയ്യോ, ഞങ്ങളാണ് കരഞ്ഞു പോയത്. ഹൈടെക്, ബ്ലൂ ചിപ്പ്, കമ്പ്യൂട്ടർ, ബ്രെയിൻ ബാങ്കുകളിലെല്ലാം രാഷ്ട്രീയ സംസ്കാരങ്ങൾക്ക് ഉത്തരം നൽകി പുതിയ ദില്ലി. എന്നിട്ട് പിന്നെന്തുണ്ടായി? എന്താ ചിരിക്കണേ? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല. കോടികൾ അമ്മാനമാടി കളിച്ചു. ആരമ്മാനോടി കളിച്ച്? കോടി കൊണ്ടില്ലേ? ഓക്കെ. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന സമർത്ഥിയായ ഡൽഹി. ഐ ബിലോങ് ദർ. എന്നിട്ട് എന്നാ രൂക്ഷമായിട്ട് നോക്കുന്നത് കേട്ടോ. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു. ഇന്ന് കേരളത്തിൽ പോലീസുകാർ, ഇട്ടാവട്ടത്തുള്ള പോലീസുകാർ, സാധാ പോലീസുകാർ തായം കളിക്കാൻ തയ്യാറല്ല. ഇവനിത് എത്രയും കാലം എവിടെയായിരുന്നു? തയ്യാറല്ല. ഒരു വാർണിംഗ് ഉണ്ട്. കേട്ടോണേ. മോഹൻ തോമസിനോട് നേരിടാനാണെങ്കിൽ മോഹൻ തോമസിനോട് യുദ്ധം ചെയ്യാനാണ് പുറപ്പാടെങ്കിൽ ഭരചന്ദ്രന് ആയുധം ഒന്നും എടുക്കേണ്ടി വരില്ല. പോരുത് വരാലേ, ദേഷ്യം പിടിപ്പിക്കരുത്. ആയുധങ്ങളൊന്നും പോരാണ്ട് വരും. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഓക്കെ. അപ്പം നമ്മുടെ SN ലോ കോളേജിൽ നമ്മൾ 2 എപ്പിസോഡുകളായി ഇവിടെ തന്നെയായിരുന്നു. എന്താ പറയുക, വളരെ മനോഹരമായ കുട്ടികൾ, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ, നല്ല ഒന്നാം തരം പാക്ഡ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നമുക്ക് ഇനി ഇവിടെ നിൽക്കാനുള്ള ടൈം ഇല്ല. അടുത്ത എപ്പിസോഡുമായി ആ കോളേജിൽ കാണുന്നതുവരെയും ഗുഡ് ബൈ.